ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആറ്റുകാലമ്മയുടെ ജ്യേഷ്ഠത്തിയായി പറയപ്പെടുന്ന കൊഞ്ചരവൾ അമ്മയുടെ പൊങ്കാല ദിനത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആറ്റുകാലിൽ നിന്നും ഒരു കാലം അകലെയാണ് കൊഞ്ചരവള. രണ്ട് ക്ഷേത്രങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് പോലെ തന്നെയാണ് കൊഞ്ചരവള അമ്മയ്ക്കും പൊങ്കാല സമർപ്പിക്കുന്നത്. കടും പായസവും വെള്ളപ്പൊങ്കാലയും തെരളിയും മണ്ടപ്പുറ്റുമെല്ലാം ഇവിടെയും സമർപ്പിക്കുന്നുണ്ട്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടുന്നത് എങ്ങനെയെന്ന് ഒരു ലൈവ് ഡെമോൺസ്ട്രേഷനായി ഈ വീഡിയോ എടുക്കാം. തോറ്റമ്പാട്ട് പാടി കാപ്പ് കെട്ടി കൊടിയിരുത്തിയാണ് രണ്ട് ക്ഷേത്രങ്ങളിലും ഉത്സവം ആരംഭിക്കുന്നത്. അന്ന് തൊട്ട് 9 ദിവസം വ്രതമെടുക്കാൻ. അതിന് പറ്റാത്തവർക്ക് 7, 5, 3 എന്ന രീതിയിൽ എടുക്കാം. അതിനും പറ്റാത്തവർക്ക് പൊങ്കാലയ്ക്ക് തലേ ദിവസം ഒരിക്കൽ എടുക്കാം. പൊങ്കാലയ്ക്ക് പുത്തൻ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അലക്കിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ പുതിയ മൺകലത്തിൽ പൊങ്കാല ഇടുന്നതാണ് ഉത്തമം. ചുടുകട്ട കൊണ്ട് അടുപ്പ് കൂട്ടി അതിൽ മൺകലം വച്ചാണ് പൊങ്കാല ഇടേണ്ടത്. ഗണപതി ഭഗവാനെ സങ്കല്പിച്ച് പടുക്ക വച്ച് വിളക്ക് വയ്ക്കുന്നത് ഉത്തമമായിരിക്കും. ക്ഷേത്രത്തിൽ പൊങ്കാല അടുപ്പിൽ അഗ്നി പകരുമ്പോൾ അത് പകർന്ന് മറ്റ് അടുപ്പുകളിലേക്കും എത്തിക്കുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്ന് ദൂരെ പൊങ്കാല ഇടുന്നവർ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ പടുക്ക വച്ചിരിക്കുന്ന വിളക്കിൽ നിന്നും അഗ്നി പകർന്നെടുക്കാം. വിളക്ക് വയ്ക്കാത്തവർ പൊങ്കാല അടുപ്പിൽ അഗ്നി പകരുമ്പോൾ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്നത് ഉത്തമമായിരിക്കും. ഇവിടെ ഞങ്ങൾ ശർക്കര പായസവും വെള്ളപ്പായസവും തമ്പുരാനായി പയറും സമർപ്പിക്കുന്നുണ്ട്. ശർക്കര പൊങ്കാല ഇടുമ്പോൾ ഞങ്ങൾ എടുത്തത് ചെമ്പാ പച്ചരിയാണ്. 1/2 കിലോ പച്ചരിക്ക് 3/4 കിലോയോളം ശർക്കര ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം കലത്തിൽ വെള്ളം നിറയ്ക്കണം. തിളച്ച് വരുമ്പോൾ അരി ഇടാം. അരി തിളച്ച് തൂകി നന്നായി വെന്ത ശേഷമാണ് ശർക്കര ഇടുന്നത്. അതുപോലെ വെള്ളപ്പായസത്തിനും പയറിനും വെള്ളം തിളച്ച് വരുമ്പോൾ ഇടാവുന്നതാണ്. പൊങ്കാല തിളച്ച് വരുമ്പോൾ അത് നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം അരി നന്നായി വെന്തതിന് ശേഷം മാത്രം ശർക്കര ചേർക്കുക. ശർക്കര നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിൻ്റെ കൂടെ ഒരു തേങ്ങ ചിരണ്ടിയതും ഇടണം. തേങ്ങ നന്നായി ഇളക്കിയ ശേഷം അതിൻ്റെ കൂടെ ഏലക്കായ പൊടിച്ചതും കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും 1-2 ചെറുപഴവും കൂടെ ചേർക്കാവുന്നതാണ്. ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം മൂടി വയ്ക്കാം. വെള്ളപ്പൊങ്കാലയ്ക്കായി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിൽ അരി ഇടുക. അതിനുശേഷം അരി തിളച്ച് തൂകി നന്നായി വെന്ത ശേഷം തേങ്ങയും നെയ്യും ഏലക്കയും ചേർത്ത് ഇളക്കിയെടുക്കാം. തെരളിയപ്പത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് ചെമ്പാ പച്ചരിയാണ്. ചെമ്പാ പച്ചരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം അത് മിക്സിയിൽ പൊടിച്ചെടുക്കുക. പുട്ടുപൊടിയുടെ കൺസിസ്റ്റൻസിയിലാണ് പൊടിക്കേണ്ടത്. അതിനുശേഷം ചെറുതായി ഒന്ന് വറുത്തെടുക്കണം. അതുമല്ലെങ്കിൽ വറുത്ത പുട്ടുപൊടി തന്നെ ഇതിലേക്ക് ഒരു തേങ്ങ ചിരണ്ടിയതും ശർക്കരയും ഏലക്കായ പൊടിച്ചതും കുറച്ച് നെയ്യും ചേർത്ത് കുഴച്ചെടുക്കുക. എത്ര അരി എടുക്കുന്നോ അത്രയും ശർക്കരയും എടുക്കാവുന്നതാണ്. വയന ഇലയിലാണ് തെരളി ഉണ്ടാക്കുന്നത്. അതിനായി ഇലയും ഈർക്കിലും വേണം. ഈർക്കിലിൻ്റെ ഒരറ്റം കെട്ടിവെക്കാം. ശേഷം മാവ് കുഴച്ച് ഇലയുടെ ഒരറ്റത്ത് വെച്ചിട്ട് ഒരു മടക്ക് മടക്കണം. വീണ്ടും ഒരു മടക്ക് കൂടി മടക്കി അതിൽ ഒരു പീസ് കൂടി വെച്ച് ഇല ചുറ്റിയെടുക്കാം. എന്നിട്ട് ഈർക്കിലിൽ കൂടെ കൊരുത്ത് അറ്റത്തെത്തിക്കണം. ഇതുപോലെ ബാക്കിയുള്ള ഇലയും ഉണ്ടാക്കി ഒരു മാല പോലെ കൊരുത്തെടുക്കാം. ശേഷം ഇഡ്ഡലിത്തട്ടിൽ വെച്ച് വേവിച്ചെടുക്കാം. മണ്ടപ്പുറ്റുണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് മാവും 1 കപ്പ് പയറുമാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1/2 കപ്പ് മാവും 1 കപ്പ് പയറും എടുത്താലും മതി. പയറ് വറുത്ത് പൊടിച്ചെടുക്കുക. അത് നന്നായി പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചെറുതായി ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതിൽ ഏലക്കാപ്പൊടി, ശർക്കര, നെയ്യ് എന്നിവ ചേർത്ത് ഉരുട്ടിയെടുക്കുക. പഴം ചേർക്കുന്നത് ഓപ്ഷണലാണ്. ശർക്കരയുടെ നനവ് അധികമുണ്ടെങ്കിൽ പഴം ചേർക്കേണ്ടതില്ല. ഇവിടെ പെട്ടെന്ന് മേവാൻ വേണ്ടി ചെറിയ ഉരുളകളായാണ് ഉണ്ടാക്കുന്നത്. ഉരുളകളിൽ കണ്ണും മൂക്കും വയ്ക്കാം. വിട്ടുമാറാത്ത തലവേദന മാറാൻ വേണ്ടി മണ്ടപ്പുറ്റ് നേരുന്നവരുമുണ്ട്. ഇതും ഇഡ്ഡലിത്തട്ടിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതുകൂടാതെ തമ്പുരാന് വേണ്ടി പയറും അവിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ആറ്റുകാലമ്പലത്തിലും പൊങ്കാല ഇടുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.